പച്ചയും നീലയും കലർന്ന നമ്മുടെ ഭൂമിയുടെ മനോഹരമായ ചിത്രം ശരിക്കും കൗതുകമുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമി ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. സസ്യജാലങ്ങളില്ല, മരങ്ങളില്ല, മഴക്കാടുകളില്ല, പുല്ലുകളില്ല, അങ്ങനെ ഒരു തരത്തിലുമുള്ള പച്ചപ്പുമില്ലാതിരുന്ന ഒരു കാലം. പകരം അന്ന് സമുദ്രങ്ങളും കരയും അന്തരീക്ഷവും മൊത്തം പർപ്പിൾ നിറത്തിലുള്ള ജീവൻ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അന്ന് ഭൂമി മുഴുവൻ പർപ്പിൾ നിറത്തിലാണ് തിളങ്ങി നിന്നിരുന്നത്. പ്രത്യക്ഷത്തിൽ ഏതോ അന്യഗ്രഹ ജീവികളുടെ ഗ്രഹം പോലെ തോന്നിക്കും. ഇത് ശരിക്കും ഭൂമിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. കേൾക്കുമ്പോൾ ഇത് ഏതോ സയൻസ് ഫിക്ഷൻ കഥയാണെന്ന് തോന്നും. എന്നാൽ ഇത് ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് നിലവിൽ ശാസ്ത്രലോകം കരുതുന്നത്. ഈ ആശയമാണ് പർപ്പിൾ എർത്ത് ഹൈപ്പോത്തീസിസ്. ഇത് ശരിക്കും എന്താണെന്നും ഭൂമി എങ്ങനെയാണ് പണ്ട് പർപ്പിൾ നിറത്തിലായിരുന്നതെന്നും പിന്നീട് എങ്ങനെ ഇന്നത്തെ രീതിയിലായി മാറിയെന്നും നമുക്ക് നോക്കാം. ജീവജാലങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെയും ജലത്തിനെയും ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. സസ്യങ്ങളും ആൽഗകളും ബാക്ടീരിയകളും അങ്ങനെ ഇന്ന് ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഏകദേശം എല്ലാ ജീവജാലങ്ങളും ക്ലോറോഫിൽ എന്നൊരു മോളിക്യൂളാണ് ഉപയോഗിക്കുന്നത്. ഈ മോളിക്യൂളാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയ്ക്ക് കാരണമാകുന്നത്. അതായത് ഫോട്ടോസിന്തസിസിന് ആവശ്യമായ സൗരോർജം ശേഖരിക്കുന്ന സോളാർ പാനൽസ് പോലെയാണ് ക്ലോറോഫിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ക്ലോറോഫിലിന് ഒരു വിചിത്രമായ പ്രത്യേകതയുണ്ട്. അത് സൂര്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളും ഒരേപോലെ അബ്സോർബ് ചെയ്യില്ല. പകരം ചുവപ്പും നീലയും നിറങ്ങളിലുള്ള പ്രകാശ തരംഗങ്ങളാണ് ഇത് പ്രധാനമായും വലിച്ചെടുക്കുന്നത്. ശേഷം അവശേഷിക്കുന്നത് പച്ച നിറത്തിലുള്ള പ്രകാശകിരണങ്ങളായിരിക്കും. അതിനെ സസ്യജാലങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സസ്യജാലങ്ങളൊക്കെ പച്ച നിറത്തിൽ കാണപ്പെടുന്നത്. കരയിലെ വലിയൊരു ഭാഗവും പച്ചപ്പ് കൊണ്ട് മൂടപ്പെട്ടതിനാൽ സ്പേസിൽ നിന്ന് നോക്കുമ്പോഴും ഭൂമിക്ക് പച്ച നിറമുള്ളതായി കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ക്ലോറോഫിൽ എന്തുകൊണ്ട് പച്ച നിറം അബ്സോർബ് ചെയ്യുന്നില്ല? സൂര്യപ്രകാശം ഫോട്ടോസിന്തസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തിലാണെങ്കിൽ കൂടുതലുമുള്ളത് പച്ചയോട് ചേർന്ന പ്രകാശമാണ്. എന്നിട്ടും അത് ഉപയോഗിക്കാതെ വിടുന്നത് എന്തുകൊണ്ടാണ്? സംഭവം നീലയോട് ചേർന്ന പ്രകാശകിരണങ്ങൾ ഊർജം ഒരുപാട് കൂടിയവയാണ്. ചുവപ്പിനോട് ചേർന്നവയാണെങ്കിൽ ഊർജം കുറഞ്ഞവയും. പച്ചയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ്. ഊർജം കൂടുതലുമല്ല, കുറവുമല്ല. എന്നാൽ ഉയർന്ന ഊർജവും കുറഞ്ഞ ഊർജവും അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ക്ലോറോഫിൽ പരിണമിച്ചിരിക്കുന്നത്. ക്ലോറോഫിലിന് ഫോട്ടോസിന്തസിസ് നടത്താൻ ഉയർന്ന ഊർജം വളരെ പ്രധാനമാണ്. അതുമാത്രമല്ല, എല്ലാ പ്രകാശകിരണങ്ങളും അബ്സോർബ് ചെയ്താൽ സസ്യജാലങ്ങൾ ഓവർ ഹീറ്റായി നശിച്ചു പോകും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ക്ലോറോഫിൽ പച്ച നിറം അബ്സോർബ് ചെയ്യാത്തത്. അങ്ങനെ അബ്സോർബ് ചെയ്യില്ല എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. കാരണം യഥാർത്ഥത്തിൽ പച്ച നിറവും ചെറിയ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, സസ്യജാലങ്ങൾ പച്ച പ്രകാശത്തിനേക്കാൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിയർ ഇൻഫ്രാറെഡ് പ്രകാശകിരണങ്ങളാണ്. ലൈറ്റ് സെൻസേഴ്സിലൂടെ നോക്കിയാൽ സസ്യജാലങ്ങളിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശത്തിൽ വൻതോതിൽ നിയർ ഇൻഫ്രാറെഡ് ഉള്ളതായും എന്നാൽ അതേസമയം ചുവന്ന പ്രകാശം തീരെ കുറവായും കാണാൻ പറ്റും. ഈ ഒരു വ്യത്യാസത്തിനെ വെജിറ്റേഷൻ റെഡ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഈ റെഡ് എഡ്ജ് സാധാരണഗതിയിൽ പ്രകൃതിയിലുള്ള മറ്റൊന്നിനും തന്നെ ഉണ്ടായിരിക്കില്ല. ഉണ്ടെങ്കിൽ പോലും അത് സസ്യജാലങ്ങളുടെ അത്രത്തോളം പ്രകടമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗവും കൂടെയാണ്. അതായത് എക്സോ പ്ലാനറ്റ്സിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ വൻതോതിൽ നിയർ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉണ്ടായിരിക്കുകയും എന്നാൽ അതേസമയം ചുവന്ന പ്രകാശം തീരെ കുറവുമാണെങ്കിൽ അത് അവിടെ സസ്യജാലങ്ങൾ പോലത്തെ എന്തോ ജീവൻ ഉണ്ടായിരിക്കുമെന്നതിന്റെ സൂചനയായിരിക്കാം. എന്തായാലും സസ്യജാലങ്ങൾ പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യാത്തത് ശരിക്കും വിചിത്രമാണ്. കാരണം ബയോളജിക്കലി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പച്ച നിറവും കൂടെ അബ്സോർബ് ചെയ്തിരുന്നെങ്കിൽ സസ്യജാലങ്ങൾക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയി വളരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ക്ലോറോഫിൽ ഈ രീതിയിൽ പരിണമിച്ചത്? ഇതിന്റെ ഉത്തരം തേടി പോകേണ്ടത് ഭൂമിയുടെ ചരിത്രത്തിലേക്കാണ്. 240 കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് സസ്യങ്ങൾ ഉണ്ടാകുന്നതിനും മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നത് പ്രധാനമായും സൂക്ഷ്മജീവികളായിരുന്നു. സൂക്ഷ്മജീവികൾ എന്നതിലുപരി അവയെല്ലാം ഏകകോശ ജീവികളായിരുന്നു. വളരെ ലളിതമായ ആദ്യകാല ജീവികൾ. സൂര്യപ്രകാശത്തിനെ ശേഖരിച്ച് തന്നെയാണ് അവയും ഊർജം കണ്ടെത്തിയിരുന്നത്. എന്നാൽ സൂര്യപ്രകാശം ശേഖരിക്കാൻ അവ ക്ലോറോഫിലിന് പകരം റെറ്റിനൽ എന്ന മറ്റൊരു മോളിക്യൂൾ ആയിരിക്കും ഉപയോഗിച്ചിരുന്നത്. റെറ്റിനൽ എന്നത് ഒരുതരം ലൈറ്റ് സെൻസിറ്റീവായ മോളിക്യൂളാണ്. കാഴ്ച ശക്തിയുള്ള എല്ലാ ജീവികൾക്കും ഈ മോളിക്യൂൾസ് ഉണ്ട്. നമ്മുടെ കണ്ണുകളിലും റെറ്റിനൽസ് ഉണ്ട്. ഇത് കാരണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ചില സൂക്ഷ്മജീവികളിൽ സൂര്യപ്രകാശം ശേഖരിക്കുന്ന സോളാർ പാനൽസ് പോലെയാണ് റെറ്റിനൽസ് പ്രവർത്തിക്കുന്നത്. പ്രകാശം റെറ്റിനലിൽ തട്ടുമ്പോൾ അതിന്റെ രൂപം മാറും. അപ്പോൾ കോശത്തിന്റെ മെംബ്രെയിനിലൂടെ പ്രോട്ടോൺസ് കടത്തിവിടുകയും അതിലൂടെ ആ കോശത്തിന് ഊർജം ലഭിക്കുകയും ചെയ്യും.
ഇത് ഊർജം ശേഖരിക്കാനുള്ള വളരെ ലളിതമായ ഒരു രീതിയാണ്. ഫോട്ടോസിന്തസിസിനേക്കാൾ ലളിതം. ഈ റെറ്റിനൽസിന്റെ ഒരു വിചിത്രമായ പ്രത്യേകത എന്താണെന്നാൽ ഇവ പച്ച നിറത്തിനെയാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. നീലയും ചുവപ്പുമൊക്കെ റിഫ്ലക്ട് ചെയ്യും, അതായത് ക്ലോറോഫിലിന്റെ നേരെ വിപരീതം. അതിനാൽ റെറ്റിനൽസ് സാധാരണയായി പർപ്പിൾ നിറമുള്ളവയായിരിക്കും. റെറ്റിനൽ ഉപയോഗിച്ച് സൗരോർജം ശേഖരിക്കുന്ന സൂക്ഷ്മജീവികളിൽ വൻതോതിൽ റെറ്റിനൽസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സൂക്ഷ്മജീവികളുടെ ശരീരം മൊത്തത്തിൽ പർപ്പിൾ നിറത്തിൽ കാണപ്പെടും. ഈ സൂക്ഷ്മജീവികൾ വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ അവയുടെ പരിസരം പോലും പർപ്പിൾ നിറത്തിലേക്ക് മാറും. ഈ പറഞ്ഞതൊന്നും വെറും അനുമാനങ്ങളല്ല. ഇത്തരം സൂക്ഷ്മജീവികളെ ശരിക്കും നമ്മുടെ ഭൂമിയിൽ ഇന്നും പലയിടത്തും കാണാം. ഉപ്പിന്റെ അംശം വളരെയധികം കൂടുതലുള്ള ചില തടാകങ്ങളുണ്ട്. ഇത്തരം തടാകങ്ങളിൽ സാധാരണ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരിച്ചുപോകും. അത്രയും തീവ്രമായ അവസ്ഥകളായിരിക്കും ഈ തടാകങ്ങളിൽ. പക്ഷെ ഇങ്ങനെയുള്ള തടാകങ്ങളിൽ പോലും ജീവിക്കാൻ കഴിയുന്ന ചില സൂക്ഷ്മജീവികളുണ്ട്. ഹാലോ ബാക്ടീരിയകളാണ് അതിന്റെ ഉത്തമ ഉദാഹരണം. ഹാലോ ബാക്ടീരിയ റെറ്റിനൽസ് ഉപയോഗിച്ച് ഊർജം ശേഖരിക്കുന്നവയാണ്. പേരിൽ ബാക്ടീരിയ എന്നുണ്ടെങ്കിലും ഇവ യഥാർത്ഥത്തിൽ ആർക്കിയ എന്നൊരു വിഭാഗം ജീവികളാണ്, അല്ലാതെ ബാക്ടീരിയകളല്ല. ഉപ്പിന്റെ അംശം കൂടുതലുള്ള തടാകങ്ങൾ ഈ സൂക്ഷ്മജീവികൾക്ക് തഴച്ചു വളരാൻ പറ്റിയ ആവാസ വ്യവസ്ഥയാണ്. അതിനു പുറമെ ഈ തടാകങ്ങളിൽ ഇവയ്ക്കെതിരായി വേറെ ജീവികളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല. അതിനാൽ തടാകം മൊത്തം ഈ സൂക്ഷ്മജീവികൾ കൊണ്ട് പെരുകും. അനന്തരഫലമായി തടാകത്തിലെ ജലം മുഴുവൻ പിങ്കിനോട് ചേർന്ന നിറത്തിൽ കാണപ്പെടും. ഇങ്ങനെയാണ് ലോകത്തിൽ പലയിടത്തും മനോഹരമായ പിങ്ക് തടാകങ്ങൾ ഉണ്ടാകുന്നത്. പിങ്ക് നിറത്തിൽ മാത്രമല്ല, ചില തടാകങ്ങൾ ചുവപ്പ് നിറമായിരിക്കും, മറ്റു ചിലത് കടുത്ത പർപ്പിൾ നിറവുമായിരിക്കും. ഈ നിറമൊക്കെ ഉണ്ടാക്കുന്നത് തടാകങ്ങളിൽ പെരുകിക്കിടക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികൾ കാരണമാണ്. റെറ്റിനൽസ് ഉപയോഗിച്ച് സൗരോർജം ശേഖരിക്കുന്ന സൂക്ഷ്മജീവികൾ ഇത് ഇന്നത്തെ കാലത്തിൽ ചെറിയ ജലസ്രോതസ്സുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഭൂമി മുഴുവൻ ഇത്തരം സൂക്ഷ്മജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നിറഞ്ഞിരുന്നാൽ ഭൂമി മൊത്തത്തിൽ പർപ്പിൾ നിറത്തിലുള്ള ഒരു ഗ്രഹമായി മാറും. പർപ്പിൾ എർത്ത് സിദ്ധാന്തം അനുസരിച്ച് ഇത് തന്നെയാണ് പണ്ട് ഭൂമിയിൽ സംഭവിച്ചത്. ശിലാദിത്യ എന്നൊരു ബയോളജിസ്റ്റാണ് പർപ്പിൾ എർത്ത് സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇത് വളരെ ലളിതമായ സിദ്ധാന്തമാണ്, അതേസമയം തന്നെ വളരെ കൗതുകമുളവാക്കുന്നതും. ഈ സിദ്ധാന്തം അനുസരിച്ച് ക്ലോറോഫിലിനെ അടിസ്ഥാനമാക്കിയ ഫോട്ടോസിന്തസിസ് വ്യാപിക്കുന്നതിന് മുന്നേ, അതായത് ഏതാണ്ട് 240 കോടി വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ റെറ്റിനൽസ് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളാണ് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. ഇവ സമുദ്രങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരുന്നു. അതിനാൽ അന്ന് ഭൂമിയിലെ സമുദ്രങ്ങൾക്ക് ഇന്നത്തെ പോലെ നീല നിറമായിരുന്നില്ല, പകരം കടുത്ത പർപ്പിൾ നിറമായിരുന്നു. സമുദ്രത്തിന് പുറമെ കരയിലും ഇവ വ്യാപിച്ചിരുന്നു, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ. അന്ന് കരയിൽ ഒരു തരത്തിലുമുള്ള പച്ചപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നീലയും പച്ചയും കലർന്ന ഭൂമിക്ക് പകരം അന്നത്തെ ഭൂമി പർപ്പിൾ നിറത്തിലാണ് കാണപ്പെട്ടിരുന്നത്. പ്രത്യക്ഷത്തിൽ ഏതോ ഏലിയൻ പ്ലാനറ്റ് ആണെന്ന് തോന്നും. കോടിക്കണക്കിന് വർഷങ്ങളോളം കാലം ഭൂമി ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതാണ് പർപ്പിൾ എർത്ത് ഹൈപ്പോത്തസിസ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിന്റെ ഏറ്റവും പ്രധാന കാരണം ക്ലോറോഫിൽ പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യുന്നില്ല എന്ന നിഗൂഢതയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പച്ച നിറത്തിനെ ഒഴിവാക്കി ചുവപ്പും നീലയും നിറങ്ങൾ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ക്ലോറോഫിൽ പരിണമിച്ചിരിക്കുന്നത്. പക്ഷേ പരിണാമപരമായി ചിന്തിക്കുമ്പോൾ സസ്യജാലങ്ങൾ ഇങ്ങനെ പരിണമിക്കേണ്ടതല്ല. എന്നിട്ടും ഈ രീതിയിൽ പരിണമിച്ചെങ്കിൽ അതിനൊരു വലിയ കാരണമുണ്ടായിരിക്കും. ഈ കാരണം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പർപ്പിൾ എർത്ത് സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. സംഭവം ഫോട്ടോസിന്തസിസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെറ്റിനൽസ് ഉപയോഗിച്ച് സൗരോർജം ശേഖരിക്കുന്നത് വളരെ വളരെ ലളിതമാണ്. ഫോട്ടോസിന്തസിസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്. എന്നാൽ ആദ്യകാല ജീവികളൊക്കെ തീരെ ലളിതമായിരുന്നു, വെറും ഏകകോശ ജീവികൾ. അവയ്ക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഏകദേശം അസാധ്യമായിരുന്നിരിക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഭൂമിയിലെ ആദ്യത്തെ സൂക്ഷ്മജീവികൾ കൂടുതൽ നിസ്സാരമായി റെറ്റിനൽസിനെ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും പരിണമിച്ചത്. നിസ്സാരമെന്നതിലുപരി റെറ്റിനൽസ് വളരെ പ്രായോഗികവുമാണ്. കാരണം സൂര്യനിൽ നിന്നും കൂടുതൽ വരുന്നത് പച്ച നിറമായതിനാൽ റെറ്റിനൽസിന് വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ എല്ലാം കൊണ്ടും റെറ്റിനൽസ് തന്നെയാണ് ആദ്യകാല സൂക്ഷ്മജീവികൾക്ക് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ആദ്യകാല സൂക്ഷ്മജീവികളൊക്കെ ആ രീതിയിൽ പരിണമിച്ചത്. എന്നാൽ ഏകദേശം 350 കോടി വർഷങ്ങൾക്കും 240 കോടി വർഷങ്ങൾക്കുമിടയിൽ ഭൂമിയിൽ ആദ്യമായി ഒരു ജീവിയിൽ ക്ലോറോഫിൽ പരിണമിച്ചു. അതാണ് സയാനോ ബാക്ടീരിയ. റെറ്റിനൽസ് പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യുന്നതിനാൽ അവശേഷിക്കുന്നത് ചുവപ്പും നീലയുമായിരിക്കും. അപ്പോൾ പിന്നെ പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ പരിണമിച്ചാൽ സയാനോ ബാക്ടീരിയയ്ക്ക് അധികകാലം അതിജീവിക്കാനാകില്ല. അതുകൊണ്ടാണ് പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യുന്നതിന് പകരം ചുവപ്പും നീലയും അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ സയാനോ ബാക്ടീരിയയിൽ ക്ലോറോഫിൽ പരിണമിച്ചത്.
നിർഭാഗ്യവശാൽ ക്ലോറോഫിലിന്റെ ഉത്ഭവം അന്നേ വരെ സമ്പന്നമായി ജീവിച്ചിരുന്ന റെറ്റിനൽസ് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് വളരെ വലിയൊരു ശാപമായി മാറി. എന്തെന്നാൽ റെറ്റിനൽ വളരെ ലളിതമാണെങ്കിലും ക്ലോറോഫിലാണ് കൂടുതൽ എഫിഷ്യന്റ്. റെറ്റിനലിനേക്കാൾ കൂടുതൽ കാര്യക്ഷമതയോടെ ക്ലോറോഫിലിന് സൂര്യപ്രകാശം ശേഖരിക്കാൻ പറ്റും. കാര്യക്ഷമത കൂടുമ്പോൾ സ്വാഭാവികമായും സയാനോ ബാക്ടീരിയകൾക്ക് വളരെ വേഗത്തിൽ വളർന്ന് പന്തലിക്കാൻ പറ്റും. അതുമാത്രമല്ല, ക്ലോറോഫിൽ ഉപയോഗിക്കുന്ന സയാനോ ബാക്ടീരിയകൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തുവിടുന്നത് ഓക്സിജനാണ്. പക്ഷേ റെറ്റിനൽസ് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് ഓക്സിജൻ എന്നത് ശുദ്ധമായ വിഷമാണ്. അനന്തരഫലമായി ക്ലോറോഫിൽ ഉപയോഗിക്കുന്ന സയാനോ ബാക്ടീരിയകൾ പതിയെ പതിയെ ഭൂമി മുഴുവൻ വ്യാപിച്ച് പെരുകാൻ തുടങ്ങി. അതേസമയം റെറ്റിനൽസ് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളാണെങ്കിൽ പതിയെ പതിയെ നശിക്കാനും തുടങ്ങി. ഒടുവിൽ ഏകദേശം 240 മുതൽ 200 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന ഓക്സിജൻ കാരണം ഭൂമിയിൽ ആദ്യത്തെ മഹാവംശനാശം സംഭവിച്ചു. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്നാണ് ഈ മാസ് എക്സ്റ്റിങ്ഷന് നൽകിയിരിക്കുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഉപരിതലത്തിലും മാരകമായി ഓക്സിഡേഷൻ സംഭവിച്ചിരുന്നു. അതായത് ഓക്സിജൻ മറ്റു പദാർത്ഥങ്ങളുമായി റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അന്തരീക്ഷത്തിൽ അന്നേ വരെ അമോണിയയും മീഥെയിനുമൊക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ ഓക്സിജൻ കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. അന്തരീക്ഷത്തിൽ ഓസോൺ പാളി ഉണ്ടായതും ഇത് കാരണമാണ്. അന്നേ വരെ ഭൂമി ഭരിച്ചിരുന്ന പർപ്പിൾ സൂക്ഷ്മജീവികൾക്കാണ് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റിൽ മഹാവംശനാശം സംഭവിച്ചത്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമിയിലെ മുഴുവൻ പരിസ്ഥിതിയും മാറിമറിഞ്ഞു. ഈ വിഷവാതകം കാരണം റെറ്റിനൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് പിന്നെ ഒരിടത്തും ജീവിക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് അവയ്ക്ക് വംശനാശം സംഭവിച്ചത്. അവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതോടെ ഭൂമിയുടെ പർപ്പിൾ നിറവും മാറി. അവയ്ക്ക് പകരം സയാനോ ബാക്ടീരിയകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമി പതിയെ പതിയെ പച്ചപ്പ് കൊണ്ട് നിറയാനും തുടങ്ങി. പക്ഷേ റെറ്റിനൽ സൂക്ഷ്മജീവികൾ പൂർണ്ണമായും നശിച്ചില്ല. എക്സ്ട്രീമോഫൈൽസ് ആയ ചിലത് അതിജീവിച്ചു. അവയാണ് ഇന്ന് പിങ്ക് ലേക്സ് പോലത്തെ തീവ്രമായ തടാകങ്ങളിൽ കാണപ്പെടുന്നത്. എന്തായാലും ക്ലോറോഫിലിന്റെ നിഗൂഢതയ്ക്ക് പിന്നിലെ കാരണം, അതായത് ക്ലോറോഫിൽ എന്തുകൊണ്ട് പച്ച നിറത്തിനെ അബ്സോർബ് ചെയ്യാത്ത രീതിയിൽ പരിണമിച്ചു എന്നതിന്റെ കാരണം ഈ സിദ്ധാന്തം വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. പക്ഷേ ഓർക്കുക, ഇത് നിലവിലൊരു സിദ്ധാന്തം മാത്രമാണ്. ഇങ്ങനെ ഭൂമി പണ്ട് ശരിക്കും പർപ്പിൾ ആയിരുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ 100% കൃത്യമായ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നതും ക്ലോറോഫിലിന്റെ ഉത്ഭവത്തിന് മുന്നേ മറ്റ് സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നു എന്നതുമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ആ സൂക്ഷ്മജീവികളൊക്കെ റെറ്റിനൽസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്നും അവയെല്ലാം പർപ്പിൾ ആയിരുന്നു എന്നും സ്ഥിരീകരിക്കാൻ നിലവിൽ വ്യക്തമായ ഒരു തെളിവുമില്ല. പർപ്പിൾ എർത്ത് സിദ്ധാന്തം നമ്മുടെ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല. അത് ഏലിയൻസിനെ തിരയാനും ഒരുപക്ഷെ സഹായിച്ചേക്കാം. ജ്യോതിശാസ്ത്രജ്ഞർ എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കുമ്പോൾ അവയിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങളെയാണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. അതിലൂടെയാണ് എക്സോ പ്ലാനറ്റ്സിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. പണ്ട് എക്സോ പ്ലാനറ്റ്സിൽ റെഡ് എഡ്ജ് ആണ് പ്രധാനമായും തിരഞ്ഞിരുന്നത്. എക്സോ പ്ലാനറ്റ്സിൽ സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റെഡ് എഡ്ജിലൂടെ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ സസ്യജാലങ്ങൾ റെഡ് എഡ്ജ് സിഗ്നൽ തരുന്നത് പോലെ പർപ്പിൾ ജീവികൾ ഗ്രീൻ എഡ്ജ് സിഗ്നൽ തരും. അതായത് അവയിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശത്തിൽ പച്ച നിറം കുറവായിരിക്കും. പർപ്പിൾ എർത്ത് സിദ്ധാന്തം വെറും ഒരു സിദ്ധാന്തം എന്നതിലുപരി അത് വളരെ വലിയൊരു സാധ്യതയാണ്. ഈ സിദ്ധാന്ത പ്രകാരം ഒരു ഗ്രഹം മുഴുവൻ പർപ്പിൾ നിറത്തിലുള്ള ജീവൻ കൊണ്ട് നിറയാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എക്സോ പ്ലാനറ്റ്സിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ നമുക്ക് ഗ്രീൻ എഡ്ജ് കാണാൻ സാധിച്ചാലും ചിലപ്പോൾ അവിടെ ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ജീവനുള്ള ഭൂരിപക്ഷം എക്സോ പ്ലാനറ്റ്സും ഒരുപക്ഷെ പർപ്പിൾ നിറമായിരിക്കാനാണ് സാധ്യത. എന്തെന്നാൽ റെറ്റിനലാണ് ഊർജം ശേഖരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മോളിക്യൂൾ. അതുമാത്രമല്ല ക്ലോറോഫിലിന് ഉയർന്ന ഊർജവും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 6000-ലധികം എക്സോ പ്ലാനറ്റ്സിൽ ബഹുഭൂരിപക്ഷവും റെഡ് ഡ്വാർഫുകളെയാണ് വലം വെക്കുന്നത്. പക്ഷേ റെഡ് ഡ്വാർഫ്സ് വളരെ കുറഞ്ഞ ഊർജമാണ് പുറത്തുവിടുന്നത്. ക്ലോറോഫിലിന് കൃത്യമായി പ്രവർത്തിക്കാൻ ഈ കുറഞ്ഞ ഊർജം മതിയാകില്ല. എന്നാൽ റെറ്റിനലിന് ഈ ഊർജം ഉത്തമമാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക എക്സോ പ്ലാനറ്റ്സിലും റെറ്റിനൽ ഉപയോഗിക്കുന്ന ജീവികളായിരിക്കും പരിണമിച്ചിട്ടുള്ളത്. അഥവാ ക്ലോറോഫിൽ പരിണമിച്ചാൽ പോലും അത് അധികകാലം അതിജീവിക്കില്ല. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം എക്സോ പ്ലാനറ്റ്സും യഥാർത്ഥത്തിൽ പർപ്പിൾ നിറമായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ ഇതൊരു സാധ്യതയേറിയ സിദ്ധാന്തം മാത്രമാണെന്ന് മറക്കരുത്.